തുടർന്നു ആലപ്പുഴ ജില്ലയിലെ പുറക്കാട്ട് കടൽ ഉൾവലിഞ്ഞത് ആശങ്ക പരത്തി. പുറക്കാട്ട് തീരത്ത് 1 കിലോമീറ്ററോളം ദൂരത്ത് 50 മീറ്ററോളം പിന്നിലേക്കാണ് കടൽ ഉൾവലിഞ്ഞത്. മത്സ്യത്തൊഴിലാളികൾക്കും നാട്ടുകാർക്കും ഇടയിൽ ആശങ്ക പരത്തിയത്. കടലിൽ ചെളി കൂടിയതുകൊണ്ടുണ്ടായ താൽക്കാലിക പ്രതിഭാസമാണ് കടൽ ഉൾവലിയതെന്നാണ് പരിചയസമ്പന്നരായ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഷിജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. വെളുപ്പിന് 5:30 പുറക്കാട് പായൽക്കുളുങ്കൽ മുതൽ തെക്ക് കരൂർ ഭാഗം വരെയുള്ള 1.5 കിലോമീറ്ററോളം ഭാഗത്ത് കടൽ ഉൾവലിഞ്ഞത്. കടൽ 50 മീറ്റർ അകത്തേക്ക് ഉൾവലിഞ്ഞതായിട്ടാണ് കാണുന്നത്. ഈ കടൽ ഉൾവലിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇവിടെ മൊത്തം ചെളി പുറത്തേക്ക് വന്ന് കാണാം. ഈ ചെളിയിൽ മത്സ്യബന്ധന യാനങ്ങൾ ഉറഞ്ഞാണ് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഇത് കണക്കെടുത്ത് രാവിലെ തന്നെ ഇവിടെ ആങ്കർ ചെയ്തിരുന്ന വള്ളങ്ങളും ബോട്ടുകളും വലിച്ചു മാറ്റുകയും തൊട്ടടുത്തുള്ള തോട്ടപ്പള്ളി ഫിഷ് ലാൻഡിംഗ് ഹാർബറിലേക്ക് മാറ്റുകയും ചെയ്തു. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ തോതിൽ നഷ്ടമുണ്ടായിട്ടില്ല. എന്നാൽ ഈ കടൽ ഉൾവലിഞ്ഞത് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ വലിയ തോതിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലേക്ക്. ഇവിടെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളി ആശങ്കപ്പെടുന്നത് അവരുടെ ഉപകരണങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഈ നാട്ടിലില്ല. അതിനാൽ പുറക്കാട് പഞ്ചായത്തിൽ തോട്ടപ്പള്ളിയിലുള്ള മത്സ്യബന്ധന തുറമുഖം അടിയന്തരമായി തന്നെ അവർക്ക് പ്രവർത്തന സജ്ജമാക്കി കൊടുക്കണം. തൊട്ട് സമീപത്ത് ഈ ചാകരയ്ക്ക് സമീപത്ത് നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രിയിലേ തന്നെ കടൽ കയറാൻ തുടങ്ങി. ഇതിപ്പോൾ 1/2 കിലോമീറ്ററാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രതിഭാസം രൂപപ്പെട്ടിട്ടുള്ളത്. പുറക്കാട് പഞ്ചായത്തിന്റെ തന്നെ SVDP സ്കൂൾ മുതൽ പഴയങ്ങാട് ജംഗ്ഷൻ വരെയും അതിന് തെക്ക് ഭാഗവും വടക്ക് ഭാഗവും നല്ല നിലയിൽ രാത്രി വേലിയേറ്റം ഉണ്ടായി. വെള്ളം കരയിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. അതിനാൽ ഒന്നുകിൽ ഇവിടുന്ന് കടൽ പ്രക്ഷുബ്ധമാവും ഈ 2 ദിവസത്തിനുള്ളിൽ, അതല്ലെങ്കിൽ സ്വാഭാവികമായി 2 ദിവസം കഴിയുമ്പോഴേക്ക് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവും. മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ. അതാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ സംഭവം നമുക്ക് ഇവിടെ വെളുപ്പിന് ഒരു 5 മണി മുതൽ പ്രതിഭാസം ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിറയെ വള്ളങ്ങളായിരുന്നു. ഈ വള്ളങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് തന്നെ വള്ളക്കാർ എന്നും പുറത്തുനിന്ന് വള്ളം വന്നും കെട്ടിവലിച്ചപ്പോൾ നമ്മൾ പുറകിലോട്ട് മാറ്റിയിട്ടേക്കാണ്. ഈ ചെളി ഇതുപോലെ വന്ന് അടിഞ്ഞതുകൊണ്ട് വള്ളങ്ങളൊന്നും കരക്കോട്ട് വരുന്നില്ല. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി ഈ സാധനങ്ങൾ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കടമ. നിലവിലിപ്പോൾ ഈ SVDPS മുതൽ പായിക്കുളങ്ങര വരാണ് 2 കിലോമീറ്ററിന് ഇടയിലാണ് ഈ ചെളിയുടെ പ്രതിഭാസം കാണുന്നത്. അതിന്റെ അപ്പുറം ഇപ്പുറം കടലാണ്. ഈ ചേറ് ഈ ഒരു മാസത്തിന് മുന്നേ ഒരു 3 ദിവസത്തോളം ഇങ്ങനെ പ്രതിഭാസം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നൊന്നും നമുക്കറിയത്തില്ല. ഇന്ന് രാവിലെ 5:30 മുതൽ കാണിക്കുന്ന പ്രതിഭാസമാണിത്. ഇതിനകത്തുള്ളൊരു അപകടം എന്ന് വെച്ചാൽ ഈ ഭാഗത്തൊക്കെ വള്ളം ആങ്കർ ചെയ്ത് കിടക്കും. അപ്പൊ ആങ്കർ ചെയ്ത് കിടക്കുന്ന വള്ളങ്ങൾ ഇതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ട് വരും. പുറക്കാട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ഷിജിത്ത്. റിപ്പോർട്ടർ ആലപ്പുഴ.